ഹായ് ഗൈസ്, ഞാൻ അഭിനവ്. നമ്മുടെ ചാനലിൽ ഇതുവരെ ഇങ്ങനെയുള്ളൊരു വീഡിയോ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതൊരു 1 മന്ത് ചലഞ്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ മുസ്താഖിന്റെ 2 കിഡിലും പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. മുസ്താഖിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിലും മുസ്താഖിന്റെ ഓഷ്യൻ ഫേസ് വാഷും. എന്റെ സ്കിന്നിനെ ഉണ്ടോ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മുസ്താഖിന്റെ ഒരു കോംബോ പാക്ക് ആണ് കേട്ടോ. താടി വളരെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഇതാണ് മുസ്താഖിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സംഗതി എന്ന് പറഞ്ഞാൽ പെയ്ഡ് പ്രൊമോഷൻ ആണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ യൂട്യൂബർമാർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുമ്പോൾ ഈ മുസ്താഷിന്റെ ബിയർഡ് ഓയില്, അവരുടെ കുറെ ക്രീമുകൾ, ഓയില്, അങ്ങനെയുള്ള കണവണ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു റീലിലോട്ട് 2 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ്. നമുക്കതിപ്പോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നീ എത്ര നാളായിട്ട് പുറകെ നടക്കുക? നിന്നെ ഒരു കുഞ്ഞിനെ പോലല്ലേ കണ്ടേക്കുന്നത്? ചെറുക്കനെ പെണ്ണുകൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കണോ? അമ്മേന്റെ കല്യാണം ഉറപ്പിച്ച്. താനല്ല, തന്റെ അനുജൻ, ഈ താടിയുള്ള പയ്യൻ. ഇതെന്താ? അയ്യോ, ആരാ ഇത്? ആരാ? ഞാനാണ് ടിപ്സ് ഭൂതം. താങ്കൾക്ക് എന്തെങ്കിലും ടിപ്സ് വേണോ? താടി വളരെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഇതാണ് മുസ്താഷിന്റെ ബിയർഡ് ഗ്രോത്ത് ഓയിൽ. ഭൂതം സാർ, എനിക്കൊരു ഇത് നിനക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സ്വന്തം പൈസക്ക് വിടുക. ഓക്കെ, അപ്പം സതീശന് കുപ്പിയിൽ വന്നൊരു ബോധത്തെ എനിക്ക് ഓയിൽ എടുത്ത് കൊടുക്കുകയാണ്. സതീഷ് ഒരു പെണ്ണിന്റെ പുറകെ പോയി താടിയില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തു. വീട്ടിൽ കല്യാണം ആലോചിച്ചു. അവിടുന്ന് ഇയാൾക്ക് താടിയില്ലാത്തതിന്റെ പേരിലാണ് എല്ലാം മാറിപ്പോകുന്നത്. അപ്പൊ സതീഷ് വിഷമിച്ച് നടക്കുന്ന സമയത്ത് ഒരു ബോധത്താൻ വരുന്നു, കുപ്പിയിൽ നിന്ന് ഓയിൽ എടുത്ത് കൊടുക്കുന്നു. മറ്റേ ഈ മുസ്താഷിന്റെ ബിയർഡ് ഓയിലാണ് ഇയാളത് യൂസ് ചെയ്യണം. ഏകദേശം 2 വർഷം മുന്നേയുള്ള വീഡിയോ ആണ്. ആ സമയത്ത് സതീഷ് 100% അവനത് വാങ്ങി യൂസ് ചെയ്യണം. അങ്ങനെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രസന്റ് 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഏതാണ്ട് സതീശിന് ഒരു ഇത്രയും താടി കാണും. എൻ്റെ ഒരു 4-5 മടങ്ങ് കൂടുതൽ താടി ഏതായാലും സതീശിന് കാണും. നമുക്കിപ്പോ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, സതീഷിന്റെ ഏറ്റവും പ്രസന്റ് വീഡിയോ ഏതാണോ അതെടുത്ത് നോക്കാം. അതിൽ സതീഷിന്റെ എന്താണ് സതീഷിന്റെ ഒരു വ്യത്യാസം, അത് നമുക്കിപ്പോ തന്നെ കാണാം. ഹലോ ഗൈസ്, നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ? നമ്മുടെ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളൂ. ഇതാ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ ആണ് സതീഷിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ. സതീഷിന് മുഖത്ത് താടി എന്ന് പറയുന്ന സ്ഥലത്ത് രോമങ്ങളൊന്നും വന്നിട്ടില്ല. സതീഷിന് ഈ മുഖത്തല്ലാതെ വാങ്ങി മറ്റെവിടെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഫേമസ് യൂട്യൂബേഴ്സ് ആണ്. ഈ സതീഷും ഇത് ഞാൻ ഈ കാണിച്ച വീഡിയോയിലുള്ള എല്ലാവരും നല്ല റീച്ചുള്ള നല്ല വലിയ വലിയ യൂട്യൂബേഴ്സ് ആണ്. അവരിങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ അവരൂടെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാണ്, ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഓക്കെ, സത്യത്തിൽ ഇവരെല്ലാം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി, ഏറെ നാളെ കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. അപ്പൊ യെസ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വാങ്ങി താടി വന്ന ഒരാളെ എനിക്കറിയുള്ളൂ. അവന്റെ ഫ്രണ്ടാണ് അവന് സജസ്റ്റ് ചെയ്തത്. അത് യൂസ് ചെയ്ത ആളുടെ പഴയ ഒരു വീഡിയോയും ഇപ്പൊ പ്രസന്റിലുള്ള ഒരു വീഡിയോയും ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന്റെ മഹത്വത്തെ പറ്റി അവൻ തന്നെ പറയുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാനെ കൊണ്ട് ശ്രമിക്കുക. ഹേ പ്രിയരെ, ഐശ്വര്യമണി ചന്ദ്രമാല എന്റെ ജീവിതത്തിൽ ഗുണം ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. എന്റെ മുഖത്ത് തീരെ രോമവളർച്ചയില്ലായിരുന്നു. എന്നെ കാണുമ്പോൾ കൂട്ടുകാർ മീശയില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഐശ്വര്യമണി ചന്ദ്രമാലയുടെ ഉപായം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അമലാണ്. ഐശ്വര്യമണി ചന്ദ്രമാല വാങ്ങി രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ച് രാവിലെ എണീറ്റാൽ ആദ്യം മണിചന്ദനമാല മുഖത്തുരച്ച് പശുവിൻ പാലുകൊണ്ട് കഴുകാൻ അവൻ എന്നോട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്റെ മുഖം? കതിരോശേഷമായ പുരികവും സൂപ്പർ മീശയും പിന്നെ അതിനിർലോചഷകമായ താടിയും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അപ്പൊ വീണ്ടും സന്ധിക്കും വരേക്കും. ബൈ ബൈ.